നെറ്റ്ഫ്ലിക്സിൽ റിലീസാകാൻ പോകുന്ന നയൻതാരയുടെ ലവ് ലൈഫ് സ്റ്റോറിക്ക് വേണ്ടി വളരെയധികം പ്രതീക്ഷയോടെയാണ് ആരാധകർ കാത്തിരുന്നത്. വിവാഹത്തിൻ്റെതെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച വീഡിയോ 2 വർഷം കഴിഞ്ഞിട്ടും റിലീസാവാത്തതിൽ പലതരത്തിലുള്ള വിമർശനങ്ങളും ഉയർന്നിരുന്നു. വീഡിയോ റിലീസാകാൻ വൈകുന്നതിന്റെ കാരണം വ്യക്തമാക്കി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ നയൻതാര. അതിന് കാരണം നടൻ ധനുഷ് ആണെന്നാണ് നയൻതാര ആരോപിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിലൂടെ ധനുഷിന് നയൻതാര ഷെയർ ചെയ്ത ഒരു ഓപ്പൺ ലെറ്ററിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. നയൻതാരയും വിഘ്നേഷ് ശിവനും പ്രണയത്തിലാവാൻ കാരണമായ നാനും റൗഡിദാൻ എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവ് ധനുഷായിരുന്നു. തങ്ങളുടെ ജീവിതത്തിൽ ഒഴിച്ചു മാറ്റാൻ കഴിയാത്ത ആ ഒരു സിനിമയും അതിലെ പാട്ടുകളുടെ ചെറിയ ഭാഗമോ ക്ലിപ്സോ എന്തിനു ഫോട്ടോകൾ പോലും ഉപയോഗിക്കാൻ ധനുഷ് സമ്മതിച്ചില്ല എന്നാണ് നയൻസ് പറയുന്നത്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു അത്രേ ഈ 2 വർഷം. നാനും റൗഡിദാൻ എന്ന ചിത്രത്തിലെ പാട്ടും ചില ക്ലിപ്സും സ്വകാര്യമായി ലൊക്കേഷനിൽ നിന്നെടുത്ത ഫോട്ടോയും ഉപയോഗിക്കാൻ ധനുഷിന്റെ NOC കിട്ടുന്നതിനായി 2 വർഷമായി നയൻതാരയും വിഘ്നേഷ് ശിവനും ശ്രമിക്കുകയാണെന്നാണ് പോസ്റ്റിൽ വ്യക്തമാക്കുന്നത്. കിട്ടാതെയായപ്പോൾ അത് വിട്ടുകളഞ്ഞു. എന്നാൽ പാട്ടിലെ ചില വരികൾ ഉപയോഗിച്ചതിന് പിന്നാലെ ധനുഷിൽ നിന്നും വക്കീൽ നോട്ടീസ് വന്നു. അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് നയൻതാര പറയുന്നത്. അതിനൊപ്പം ഗുരുതരമായ ചില ആരോപണങ്ങൾ കൂടി നയൻതാര ഉന്നയിക്കുന്നുണ്ട്. നാനും റൗഡിദാൻ എന്ന സിനിമയിലെ ആ പാട്ടുണ്ടായത് യഥാർത്ഥ ഇമോഷനിൽ നിന്നാണെന്ന് നിങ്ങൾ മറക്കരുതെന്നും തങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ അതില്ലാതെ പൂർണ്ണമാകാത്തത് കൊണ്ടാണ് ഉൾപ്പെടുത്തിയത് എന്നും നയൻസ് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ വക്കീൽ നോട്ടീസിൽ താൻ തകർന്നു പോയെന്നും നയൻസ് കുറിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും കോപ്പിറൈറ്റ് ഓണർ ഇത്തരത്തിലുള്ള ക്ലെയിം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണെന്ന് മനസ്സിലാക്കാൻ നയൻതാരയെ പോലെ ഒരു ബിസിനസ് വുമണിന് സാധിക്കില്ലേ എന്ന് തോന്നിപ്പിക്കുന്നതാണ് കുറിപ്പിലെ ഇത്രയും ഭാഗം. എന്നാൽ ഗുരുതരമായ ആരോപണങ്ങൾ ഇതിന് പിന്നാലെ വരുന്നുണ്ട്. ഇത് ബിസിനസ് പരമായ ഒരു പ്രശ്നമല്ല, തീർത്തും നിങ്ങളുടെ വ്യക്തി വൈരാഗ്യമാണ് എന്ന് വ്യക്തമാണെന്നാണ് നയൻസ് എഴുതിയിരിക്കുന്നത്. പാട്ടിന്റെ 3 സെക്കൻഡ് വീഡിയോ ഡോക്യുമെന്ററിയുടെ ട്രെയിലറിൽ ഉൾപ്പെടുത്തിയതിന് 10 കോടി രൂപയാണ് ധനുഷ് ആവശ്യപ്പെട്ടതെന്നും നിങ്ങൾ എത്തരത്തിലുള്ള ആളാണ് എന്നത് ഇതിലൂടെ തന്നെ വ്യക്തമാണെന്നും നയൻതാര കുറ്റപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ അയച്ച വക്കീൽ നോട്ടീസിനുള്ള മറുപടി കോടതിയിൽ നിന്ന് ലഭിക്കുമെന്നും പക്ഷേ ദൈവത്തിന്റെ കോടതിയിൽ ഇതിന് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരുമെന്നും 10 വർഷത്തോളമായി ഒരാൾ കൊണ്ടു നടക്കുന്ന പകയുടെ ബാക്കിയാണിത് എന്നുമാണ് നയൻതാര പറയുന്നത്. ഇതാണ് ഏറ്റവും മൂർച്ചയുള്ള ആരോപണം. ധനുഷിന്റെ ആരാധകരെ ഞെട്ടിച്ചതും കുറിപ്പിലെ ഈ വാക്കുകളാണ്. എത്ര കാലം ഈ നല്ലവന്റെ മുഖം മൂടി അണിഞ്ഞ് നിങ്ങൾക്ക് ലോകത്തിന് മുന്നിൽ നിൽക്കാൻ സാധിക്കുമെന്നും നയൻസ് ചോദിക്കുന്നുണ്ട്. പൊതുപരിപാടികളിൽ നിങ്ങൾ തന്നെയും തന്റെ പങ്കാളിയെയും കുറിച്ച് പറഞ്ഞത് ഇതിനോടകം തന്നെ തങ്ങൾക്ക് മോശം ഇമേജ് തന്നിട്ടുണ്ടെന്നും നിങ്ങളുടെ ഈഗോ ഞങ്ങളെ എത്രമാത്രം വേദനിപ്പിച്ചു എന്നറിയണമെന്നും നയൻസ് എഴുതുന്നുണ്ട്. എല്ലാവർക്കും ജീവിക്കാനും സ്വപ്നം കണ്ടത് നേടിയെടുക്കാനുമുള്ള അവകാശമുണ്ടെന്നും സിനിമാ പാരമ്പര്യമില്ലാത്തവർക്കും ഇവിടെ വളരാമെന്നും നിങ്ങളുടെ ഈഗോയും മറ്റുള്ളവരുടെ വളർച്ചയിലുള്ള ഫ്രസ്ട്രേഷനും മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നുവെന്നും ഓപ്പൺ ലെറ്ററിൽ നയൻതാര കുറിച്ചിട്ടുണ്ട്. 10 വർഷത്തോളമായി ഒരാൾ കൊണ്ടു നടക്കുന്ന പക എന്ന ഭാഗം കണ്ടതോടെ എന്താണ് ആ പകയ്ക്ക് കാരണമെന്നാണ് ആരാധകർ ഒന്നടങ്കം കമന്റ് ബോക്സിൽ ചോദിക്കുന്നത്. ഇനി അറിയാനുള്ളത് ധനുഷിന്റെ ഭാഗമാണെന്നും ഒരാളുടെ ഭാഗം മാത്രം കേട്ട് വിലയിരുത്താനാകില്ല എന്നുമാണ് മറ്റു ചില കമന്റുകൾ. എന്തായാലും സിനിമാ ഇൻഡസ്ട്രിയിൽ ഇക്കാര്യം വലിയ ചർച്ചയായി കഴിഞ്ഞു. എന്താണ് ധനുഷിന്റെ പ്രതികരണമെന്നറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ.